ഡിസബിലിറ്റിക്ക് പ്രധാന കാരണമായിട്ട് കണ്ടെത്തുന്നത് നാഡീ വികസന വൈകല്യങ്ങളാണ്. നാഡീ വികസനത്തെക്കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചും പറയാൻ ഡോക്ടർ ബിനീഷ് ഉണ്ട്. വെൽക്കം സർ. അപ്പം നേരത്തെ സാറ് പറഞ്ഞ പോലെ വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം നാഡീ വികസന വൈകല്യങ്ങൾ വരുന്നത് മൂലമാണ് ഡിസബിലിറ്റി വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? ഏർലി പ്രിവെൻഷൻ എങ്ങനെ? ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡർ അഥവാ നാഡീ വികസന വൈകല്യങ്ങൾ, ഇതാണ് ഒരു മെജോറിറ്റി ഓഫ് ഡിസബിലിറ്റിക്ക് കാരണമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഏത് അസുഖത്തിനെ കുറിച്ച് സംസാരിച്ചാലും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ ഇത്തരത്തിലുള്ള നാഡീ വികസന പ്രോബ്ലങ്ങളെ നേരത്തെ നമ്മൾ കണ്ടെത്തുകയും അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെഡിക്കൽ അതുപോലെ തെറാപ്പികൾ കൊടുക്കുകയും ചെയ്യുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ, ഏർലി ഇൻ്റർവെൻഷൻ ഫോർ ചൈൽഡ്ഹുഡ്. അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ നേരത്തെ തിരിച്ചറിയുക, നേരത്തെ തിരിച്ചറിഞ്ഞതിന് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ കൊടുക്കുക, തെറാപ്പി കൊടുക്കുക, അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് ഏത് വയസ്സ് വരെയാണ്, ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ് ഈ ഇൻ്റർവെൻഷൻ? നമ്മൾ ഏറ്റവും നേരത്തെ തന്നെ, എത്ര നേരത്തെ നമുക്കിത് കണ്ടെത്താൻ പറ്റും. ഈവൻ നമുക്കറിയാം, കുട്ടി ഒരു 2 മാസം ആവുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഐ കോണ്ടാക്റ്റൊക്കെ തന്നു തുടങ്ങും. ഒരു സോഷ്യൽ സ്മൈലൊക്കെ 2-3 മാസം ആകുമ്പോഴേക്ക് വരും. അതുപോലെ കഴുത്തുറയ്ക്കുന്ന. അപ്പോൾ അവിടെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ, അത് എത്രയും പെട്ടെന്ന് തന്നെ, പല കേസസും നമുക്കറിയാം പ്രഗ്നൻസി സമയത്ത് തന്നെ, അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ഡെലിവറിയോ സമയത്ത് തന്നെ ഹൈ റിസ്ക് ബേബീസ് എന്ന് പറയും, ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് നാഡീ വികസന വൈകല്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇത്തരത്തിലുള്ള കുട്ടികൾ ജനിച്ചു വീഴുന്ന സമയം തൊട്ട് തന്നെ നമ്മളിത് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ പാരൻസിന്, ആ കുട്ടിയുടെ പാരൻസിന് നമ്മൾ അതിൻ്റെ അവയർനെസ് കൊടുക്കണം, ആ ഡെവലപ്മെൻറ്റൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നോക്കണം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ സ്റ്റിമുലേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. പലപ്പോഴും പാരൻസ് തിരിച്ചറിയാതെ പോകുന്ന ഒരു പ്രശ്നമുണ്ട്. അതെ. അതിനെ എങ്ങനെയാണ് നമുക്ക് ഒരു അവയർനെസ് എന്നുള്ള രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം? ഒരു കുട്ടിയുടെ ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺ എല്ലാ പാരൻറ്റും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ള അവയർനെസ് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നാഡീ വികസന വൈകല്യങ്ങൾ ഏതൊക്കെയാണ്, നമ്മളിപ്പോൾ ഓട്ടിസം, ഇൻ്റലക്ച്വൽ ബുദ്ധിപരമായിട്ട് വെല്ലുവിളി നേരിടുന്ന ഹൈപ്പർ ആക്ടിവിറ്റി, അടങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ട്, ലേണിംഗ് ഡിസബിലിറ്റീസ്, അതുപോലെ തന്നെ നമ്മളുടെ സെറിബ്രൽ പാൾസി, ഫിസിക്കലായിട്ടുള്ള വൈകല്യങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ഓവറോൾ ഐഡിയ നമ്മളെല്ലാ വ്യക്തികൾക്കും ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് നേരത്തെ തിരിച്ചറിയാനും അതിനൊരു തെറാപ്പി എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റുകയുള്ളൂ. ഇപ്പോൾ ഓട്ടിസത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാം. ഇപ്പം മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതാണ് ഹൈപ്പർ ആക്ടിവിറ്റീസ് ഉള്ള കുട്ടികളെ. അവിടെ എന്താണ് ഒരു റോള്, നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈപ്പർ ആക്ടിവിറ്റി അറ്റൻഷൻ ഡെഫിസിറ്റ് സിൻഡ്രോം എന്നാണ് പറയുക. അപ്പോൾ അവർക്ക് ഒരു സ്ഥലത്ത് തന്നെ ഒതുങ്ങിയിരിക്കാനുള്ള പ്രയാസം, ഓടി നടക്കുക, കുറേ ഭയങ്കരമായിട്ട് വികൃതി കാണിക്കുക, അതുപോലെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. ഇത്തരത്തിലുള്ള നമ്മൾ നേരത്തെ തന്നെ ഈ കുട്ടികളെ പ്രീ സ്കൂൾ ട്രെയിനിങ് എന്ന് പറയും. ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ളൊരു കുട്ടീനെ നമ്മൾ അംഗൻവാടിയിലോ അല്ലെങ്കിൽ പ്രീ KGയിലോ വിട്ട് കഴിഞ്ഞാൽ അവർ അടങ്ങിയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിന്, നമ്മൾ ഇതേപോലെ ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്ററിൽ സൈക്കോളജിസ്റ്റ്, ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഇവരെല്ലാവരും കൂടി ഒരു ടീം വർക്കായിട്ട് നമ്മളിതിനെ അസസ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഈ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാന്നുള്ള തെറാപ്പി കൊടുക്കും. ഒരുപാട് തെറാപ്പീസ് നമുക്ക് അവൈലബിൾ ആണ്. അതൊരു പരിധിവരെ നമുക്ക് തെറാപ്പിയിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും. 6 വയസ്സ് കഴിഞ്ഞിട്ടും ഇത് മാറുന്നില്ലെങ്കിൽ നമുക്ക് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെയോ ന്യൂറോളജിസ്റ്റിൻ്റെയോ സഹായത്തോടെ നമുക്ക് മെഡിക്കേഷൻസും ഇതിന് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് പഠനത്തിന് ഭയങ്കരമായിട്ടുള്ള വൈകല്യങ്ങൾ കാരണം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ സാർ ഒരുപാട് അസുഖങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ഏർലി ഇൻ്റർവെൻഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇതൊരു ടീം വർക്കാണ്. നമ്മൾ ആദ്യം ഈ കുട്ടിയുടെ പ്രോബ്ലംസിനെ നമ്മൾ നേരത്തെ റെക്കഗ്നൈസ് ചെയ്യും. അത് കഴിഞ്ഞ് അത് ന്യൂറോളജിസ്റ്റിൻ്റെയോ പീഡിയാട്രീഷ്യൻ്റെയോ അണ്ടറിലായിരിക്കും നമ്മളാണ് അത് റെക്കഗ്നൈസ് ചെയ്യുക, ഡയഗ്നോസ് ചെയ്യുക. അതിനുശേഷം ഇവർക്ക് എന്ത് തെറാപ്പിയാണ് വേണ്ടത് എന്ന് നമ്മൾ ഡിസൈൻ ചെയ്തതിന് ശേഷം ഒരു ടീം ഓഫ് തെറാപ്പിസ്റ്റ്, അതായത് ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ബിഹേവിയറൽ തെറാപ്പിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, ഈ 5 പേരാണ് ഈ ടീമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആർക്ക് എന്തൊക്കെ വേണം എന്നുള്ളതിനനുസരിച്ച് ഓരോ തെറാപ്പിയായിട്ട് മുന്നോട്ട് പോകും. എന്നിട്ട് നമ്മളൊരു പീരിയഡിക്കായിട്ട് നമ്മളൊരു അസസ്മെൻറ്റ് ചെയ്യും. അപ്പോൾ അവരെ സൊസൈറ്റിയിലേക്ക് നോർമലൈസ് ചെയ്യുക, അവരെ സ്കൂളിലേക്ക് വിടുക. കുട്ടികളാണെങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് വിടുക, സോഷ്യലായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അത്തരത്തിലുള്ള അവരെ പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ തെറാപ്പിയിലൂടെ ചെയ്യുന്നത്.
ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. ആ രീതിയിൽ എന്തൊക്കെ ട്രെയിനിങ് ആണ് നൽകുന്നത്? നമുക്കിപ്പോൾ പല ഡിസബിലിറ്റിയിൽ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറിലും 100% നമുക്ക് തെറാപ്പിയിലൂടെ അവരെ നോർമൽസിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, അതുപോലെ ഓട്ടിസം ഉള്ള കുട്ടികൾ, അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയും നമ്മൾ നമ്മൾ ഡിസബിലിറ്റി ഡേയുടെ തീം തന്നെ അതാണ്. നമ്മൾ അവരെ ഫോസ്റ്റർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ ഇൻക്ലൂസീവ് ആക്കുക, നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് എല്ലാ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നബിലിറ്റി അല്ല, അവർക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യലിനെ മനസ്സിലാക്കി അതൊരു നല്ല ഹ്യൂമൻ റിസോഴ്സാണ്. അവരെ ശരിക്കും നമുക്ക് അവരെ ജോബിലേക്ക് അവർക്ക് ക്രിയേറ്റീവായിട്ട് സൊസൈറ്റിയിൽ ചെയ്യാൻ ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പോൾ നമ്മളൊരു വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫോർ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ബുദ്ധിപരമായിട്ട് വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക്. മൗലാന ഏർലി സ്റ്റെപ്സ് എന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള നാഡീ വികസന വൈകല്യമുള്ള എല്ലാ കുട്ടികളെയും നമുക്ക് എന്ത് തെറാപ്പി കൊടുക്കാനുള്ള സൗകര്യം നമുക്ക് അവിടെ ഉണ്ട്. അവർ ഈ ടീം ഓഫ് പ്രൊഫഷണൽസാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ സാർ പറഞ്ഞപ്പം പഠന വൈകല്യങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ കുട്ടികളെ, ഈ പഠന വൈകല്യങ്ങളെ നമുക്ക് ഏതൊക്കെ രീതിയിൽ അവരെങ്ങനെ ട്രെയിനിങ് കൊടുത്തിട്ട് മാറ്റിയെടുക്കാൻ പറ്റും? ഈ നാഡീവികസന വൈകല്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലേണിംഗ് ഡിസബിലിറ്റി. ഇവർക്ക് ബുദ്ധിപരമായിട്ട് ബാക്കിയുള്ള എല്ലാ ഏരിയയിലും അവർ കംപ്ലീറ്റ് ആയിരിക്കും, അവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ സ്പെസിഫിക് ആയിട്ട് അവർക്ക് വായിക്കാൻ അക്ഷരങ്ങളെല്ലാം തിരിഞ്ഞു പോവുക, എഴുതാനുള്ള പ്രശ്നങ്ങൾ, വള്ളിയിടുമ്പോൾ തിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ പിന്നെ അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാരണം കൊണ്ട് അവർക്ക് എഴുതാനും വായിക്കാനും പ്രയാസമുണ്ടാവും. ബുദ്ധിപരമായിട്ട് അവർക്ക് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഇതിനെയാണ് നമ്മൾ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുക. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട് നമുക്കിവിടെ ഏർലി സ്റ്റെപ്സ്, മൗലാന ഏർലി സ്റ്റെപ്സിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. നേരത്തെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ നമുക്ക് സ്കൂളിൽ നിന്ന് തിരിച്ചറിയുകയാണെങ്കിൽ അവർക്ക് ഒരു 1:1 ട്രെയിനിങ് കൊടുത്താൽ ഇത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ട് ഇതേപോലെ അക്ഷരം തിരിഞ്ഞു പോകുന്നതിനോ അക്ഷരം വായിക്കാനുള്ള ബുദ്ധിമുട്ടിനോ നമുക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ നോർമലാക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പഠനത്തിൻ്റെ ആ ബാക്ക്ലോഗ് വരും. അപ്പോൾ ഇത് നേരത്തെ കണ്ടുപിടിച്ച് നേരത്തെ തന്നെ ട്രെയിനിങ് കൊടുക്കുകയാണ് നമുക്ക് വേണ്ടത്. ഓവറോൾ ഒരു ഭിന്നശേഷിയെക്കുറിച്ചാണ് പറഞ്ഞത്. അതല്ലാതെ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വന്നതാണ് സ്ട്രോക്ക് വരിക എന്നുള്ളത്, അല്ലേ? ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നതും അതായിരിക്കും. സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലാണ് ഇവർ ഡിസബിലിറ്റിയിലേക്ക് പോകുന്നത്? അതിനെങ്ങനെ നമുക്ക് മറികടക്കാം? നമുക്ക് സ്ട്രോക്കിന് ഒരുപാട് ചികിത്സാ രീതികളൊക്കെ ഉണ്ടെങ്കിലും, ഇത്ര അഡ്വാൻസ് ആയെങ്കിലും പല രോഗികൾക്കും ഒരു ചെറിയ ഡെഫിസിറ്റ്, അതായത് ഒരു കൈയിനോ കാലിനോ തളർച്ചയോ സംസാരത്തിനുള്ള വൈകല്യങ്ങളോ സംസാരശേഷിക്കുള്ള പ്രയാസങ്ങളൊക്കെ സാധാരണ കണ്ടുവരാറുണ്ട്. അത് മുഴുവനായിട്ട് ചിലപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ എന്നാലും അവരെ പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ശരിയാവട്ടെ എന്നിട്ട് നമ്മൾ ജോലിക്ക് പോവാം, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എന്തെങ്കിലും കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ സൊസൈറ്റിയിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും അവരത് ചെയ്യരുത്. അവരുടെ പൊട്ടൻഷ്യലിനുള്ള ആ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ ചെറിയൊരു വീക്ക്നെസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു സംസാരത്തിനുള്ള പ്രയാസം ഉണ്ടാവുള്ളൂ. സ്റ്റിൽ അവർക്ക് സൊസൈറ്റിയിൽ ഇറങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഭിന്നശേഷിക്കാർ സ്ട്രോക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവുന്ന ഡിസബിലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ കൂടി അവർ അത് മുഴുവനായിട്ട് ശരിയാവാൻ കാത്തു നിൽക്കാതെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സൊസൈറ്റിയിൽ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അതൊരു തരത്തിലുള്ള തെറാപ്പിയാണ്. അതാണ് ശരിക്കും നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ വെറുതെ നമ്മൾ തെറാപ്പി ചെയ്തുകൊണ്ട് മാത്രം, മരുന്ന് കുടിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അവർക്ക് സോഷ്യലൈസ് ചെയ്യുമ്പോഴാണ് അവർ കുറച്ചും കൂടി അവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുക. ഒരു സെൽഫ് റെസ്പെക്റ്റും സെൽഫ് എസ്റ്റീമും അപ്പോഴാണ് നമുക്ക് കൂടാൻ പറ്റും. എനിവേ, താങ്ക് യു ഡോക്ടർ.